ഇനി മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് UDFന്റെ ഒരു സർവാധിപത്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ 33 സീറ്റ് നേടി എന്നുള്ളതല്ല, അവിടെ പ്രതിപക്ഷമില്ലാതെ ഭരിക്കുമെന്നതിലേക്ക് എത്തി. 30 വർഷത്തിന് ശേഷം പെരിന്തൽമണ്ണ നഗരസഭയും UDF പിടിച്ചെടുത്തു എന്നുള്ളതാണ്. ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, അങ്ങനെ ഒരു സർവാധിപത്യം എന്ന് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഒന്നുമില്ല. LDF ഒന്നുമല്ലാതായി പോയ ജില്ല മലപ്പുറമാണ്. എങ്ങനെയാണ് അവിടുത്തെ റിസൾട്ടിനെ വിലയിരുത്തുന്നത്? ഒപ്പം തന്നെ മലപ്പുറത്തിന്റെ ഈ നേരത്തെ പറഞ്ഞ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം ഉൾപ്പെടെ നോക്കുമ്പോൾ പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്നതിലേക്ക് വരെ UDF മലപ്പുറത്ത് എത്തിയിരിക്കുന്നല്ലോ. മലപ്പുറത്ത് അക്ഷരാർത്ഥത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഒരു ചരിത്രമായി മാറുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്ര വലിയ ഒരു വിജയമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം, അതിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനും UDFനും അഭിമാനിക്കാനുതകുന്ന വിജയം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മളെല്ലാം എപ്പോഴും പറയാറുണ്ട് മലപ്പുറം ഒരു UDFന്റെ മുസ്ലിം ലീഗിന്റെ ആധിപത്യമുള്ള സ്ഥലമാണെന്ന്. ആ ആധിപത്യം എന്നതിനപ്പുറത്തേക്ക് പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയേറെ വലിയ ഒരു നേട്ടമാണ് ഇത്തവണ UDFന് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനടക്കം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ, ജില്ലാ പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ, ജില്ലാ പഞ്ചായത്തിൽ അക്ഷരാർത്ഥത്തിൽ 33-ൽ 33 വാർഡും നേടിക്കൊണ്ട് പ്രതിപക്ഷമില്ലാതെ ജില്ലാ പഞ്ചായത്തിൽ UDF ഭരണത്തിലേറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് വരികയാണെങ്കിൽ, ബ്ലോക്ക് പഞ്ചായത്ത് 15 ബ്ലോക്ക് പഞ്ചായത്താണ് മലപ്പുറം ജില്ലയിൽ ഉള്ളത്. അതിൽ 14 ബ്ലോക്ക് പഞ്ചായത്തിലും UDF നേടിയിരിക്കുന്നു. പിന്നീടുള്ളത് ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്, അത് പൊന്നാനിയാണ്. അവിടെ 7-7 UDFും LDFും 7-7 എന്നുള്ളതിൽ തുല്യത പാലിക്കുകയാണ്. ഒരുപക്ഷെ അത് ടോസ് ഇടുമ്പോൾ ഒരുപക്ഷെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരിക്കാം. ഏതായാലും 14 നിലവിൽ ഇപ്പോൾ പറയുമ്പോൾ 14 ബ്ലോക്ക് പഞ്ചായത്തിലും UDF ജയിച്ചിരിക്കുന്നു. മാത്രമല്ല പെരുമ്പടപ്പ്, തിരൂർ ബ്ലോക്ക് പഞ്ചായത്തുകൾ UDF പിടിച്ചടക്കിയിരിക്കുന്നു. കഴിഞ്ഞ തവണ പെരുമ്പടപ്പും തിരൂരൊക്കെ UDFനൊപ്പമായിരുന്നു. അത് ഇത്തവണ LDFനൊപ്പമായിരുന്നു. അത് ഇത്തവണ UDF പിടിച്ചടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി നമ്മൾ മുനിസിപ്പാലിറ്റിയിലേക്ക് വരും. അവിടെയാണ് പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടന്ന, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത്. 12 മുനിസിപ്പാലിറ്റികളിൽ 11 UDF നേടി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 3 മുനിസിപ്പാലിറ്റികൾ LDFനുണ്ടായിരുന്നു. പൊന്നാനി, നിലമ്പൂർ, പെരിന്തൽമണ്ണ. ഇതിൽ നിലമ്പൂരും പെരിന്തൽമണ്ണയും UDF പിടിച്ചടക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പെരിന്തൽമണ്ണ 40 വർഷത്തിന് ശേഷം UDF പിടിച്ചെടുത്തിരിക്കുന്നു. നിലമ്പൂരിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ തവണ LDFനായിരുന്നു. ഇത്തവണ UDF വലിയ ആധിപത്യത്തിൽ വിജയിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും കിട്ടാത്ത നഗരസഭയായിരുന്നു. അവിടെ ലീഗും വലിയ സ്വാധീനത്തിൽ വലിയ സീറ്റുകൾ നേടി മുന്നോട്ട് വന്നിരിക്കുന്നു. മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോൾ 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDFന് ഒരു പ്രതിനിധി പോലും ഇല്ലാതെ, പ്രതിപക്ഷമില്ലാതെ, നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്തിൽ ഒരു പ്രതിപക്ഷവും ഇല്ലാതെ ജില്ലാ പഞ്ചായത്ത് 33 സീറ്റുകളും UDF ഭരിക്കുമ്പോൾ 6 ബ്ലോക്ക് പഞ്ചായത്തുകളിലും സമാനമായ രീതിയിൽ പ്രതിപക്ഷമില്ലാതെ UDF ഭരിക്കുമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമാണ്. ഇനി പഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ അവിടെ ബഹുഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് UDFനുണ്ടായത്. 94 പഞ്ചായത്തുകളാണ് മലപ്പുറം ജില്ലയിൽ ഉള്ളത്. അതിൽ 90 എണ്ണത്തിലും UDF വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 3 പഞ്ചായത്തിൽ മാത്രമാണ് LDFന്, കേവലം LDFന് 3 പഞ്ചായത്തിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ഒരു പഞ്ചായത്തിൽ, പൊന്മുണ്ടം പഞ്ചായത്ത്, കേരളത്തിൽ ഉറ്റുനോക്കിയിരുന്ന, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലൊക്കെ ഉറ്റുനോക്കിയിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു പൊന്മുണ്ടം പഞ്ചായത്ത്. അവിടെ ലീഗും CPMഉം ഒരുമിച്ച് വികസന മുന്നണിയും, കോൺഗ്രസും CPMഉം ഒരുമിച്ച് വികസന മുന്നണിയും ലീഗ് ഒറ്റക്കുമായിരുന്നു. അവിടെ കോൺഗ്രസും CPMഉള്ള മുന്നണി വിജയിച്ചിരിക്കുന്നു. അവിടെ അവർ ഒറ്റയ്ക്ക് വിജയിച്ചിരിക്കുന്നു. അവിടെ ലീഗ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് പഞ്ചായത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു പഞ്ചായത്ത് വരുന്നത്. അങ്ങനെ LDFന് 3ഉം ഈ പൊന്മുണ്ടത്ത് 1ഉം ഒഴിച്ചാൽ ബാക്കി 90 പഞ്ചായത്തും UDF നേടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ സർവാധിപത്യത്തിൽ UDF മുന്നേറിയ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പല ഘടകങ്ങളും ഇതിനകത്ത് പ്രധാന വിഷയങ്ങളായിട്ടുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറത്തെ വർഗീയ പരാമർശങ്ങളും മലപ്പുറത്തെ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള പല കാരണങ്ങളും ഇതിനകത്ത് ഭരണവിരുദ്ധ
സംഘപരിവാരവിരുദ്ധ വികാരങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിനകത്ത് പ്രധാന വിഷയങ്ങളായിട്ടുണ്ട്. എങ്കിൽ പോലും വലിയ ഒരു ഭൂരിപക്ഷം തന്നെയാണ് ഇത്തവണ UDF ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് മലപ്പുറത്തെ UDF നേതൃത്വമുള്ളത്. കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. നേതാക്കന്മാരൊക്കെ പറയുന്നത് ഇതൊരു സെമി ഫൈനലാണ്, വരുന്ന ഫൈനൽ ഇതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് മലപ്പുറത്തെ നേതാക്കന്മാരും പറയുന്നത്. മലപ്പുറത്ത് നിന്ന് ജംഷീർ കൊടുങ്ങി, മീഡിയ.